കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് വരെ റെക്കമെൻഡ് ചെയ്യുന്ന പ്രഗ്നൻസി സക്സസ്ഫുൾ ആകാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു ആശയം എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടായ ഒരു ഡോക്ടറിൽ നിന്നാണ്. അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡോക്ടർ ഇങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ഇതൊക്കെ പറയുന്നത് നുണയല്ലേ എന്നുള്ള രീതിക്കുള്ള ഒരു ആശയം നിങ്ങൾ പങ്കുവെക്കേണ്ട കമൻറ്റ് സെക്ഷനിൽ. കാരണം ഞാൻ അത്രയും പോസിറ്റീവായിട്ടാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഈ ഒരു സമയത്ത് ഞാനത് സംസാരിക്കുമ്പോൾ പലരും പറയും ഇത് എന്തൊരാശയമാണ് എന്ന് പലരും പറയാനായിട്ട് സാധ്യതയുണ്ട്. എങ്കിൽ കൂടെ തന്നെയും പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് പരീക്ഷിക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നവരാണ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന എല്ലാ സ്ത്രീകളും പുരുഷന്മാരും. ഈ മാസമെങ്കിലും പോസിറ്റീവ് ആകുമോ, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം തരുമോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട്. ഈ ഒരു ഒറ്റ ടെൻഷൻ മതി നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിലാക്കാനായിട്ട്. കാരണം ഈ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ആകെ താളം തെറ്റും. നമ്മുടെ ശരീരം പഴയ പോലെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനും അതുപോലെ നമ്മുടെ ഹാർട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഓവുലേഷൻ സമയത്ത് കോണ്ടാക്ട് ചെയ്തു, അതിനുശേഷം നിങ്ങളുടെ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ചെയ്തു, പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടും ബീജസങ്കലനം നടന്നിട്ടും യൂട്രസിൻ്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ആയില്ല, ഇംപ്ലാന്റേഷൻ ഫെയിലായി പോകുന്നു. കാരണം ആ ഒരു ഇംപ്ലാന്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു സാവകാശം നമ്മുടെ ശരീരത്തിന് നമ്മൾ തന്നെ കൊടുത്തില്ല. ഇത് ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം ഈ മാസമെങ്കിലും പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ, ഇന്ന ലക്ഷണം വന്നു, ഞാൻ തുമ്മി, ഇത് എൻ്റെ ഇംപ്ലാന്റേഷൻ ഫെയിലാക്കുമോ, എനിക്ക് അടിവയറ് വേദന വരുന്നുണ്ട്, എനിക്ക് പീരിയഡ്സ് ആകാൻ പോകുന്ന പോലെ വേദന വരുന്നുണ്ട്, എനിക്ക് പീരിയഡ്സ് സമയത്ത് ഉണ്ടാകുന്നത് പോലെ മുഖക്കുരു വരുന്നുണ്ട്, എനിക്ക് പീരിയഡ്സ് ആണ്, ഇങ്ങനെ ചിന്തിച്ച് ഈ ഒരു നെഗറ്റീവ് തോട്ട് നമ്മളിൽ കൊണ്ടുവന്ന് നമുക്ക് ലാസ്റ്റ് പീരിയഡ്സ് ആകും. അത് ഒഴിവാക്കാനായിട്ട് എൻ്റെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നത്, നമ്മൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നേരെ നോക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, നമ്മളെ മുകളിൽ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിങ്ങളൊരു കുഞ്ഞിൻ്റെ ഫോട്ടോ ഒട്ടിച്ചു വെക്കുക. ഫോട്ടോ ഒട്ടിക്കുക എന്ന് പറയുമ്പോഴേക്കും നല്ല കാണാൻ നല്ല ഓമനത്തമുള്ള, നല്ല നമുക്ക് തന്നെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് പുന്നാരിപ്പിക്കാൻ തോന്നുന്ന ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ നിങ്ങൾ ഒട്ടിച്ചു വെക്കുക. ഒട്ടിച്ചു വെച്ചിട്ട് നിങ്ങൾ കാലത്ത് എഴുന്നേൽക്കുന്ന നേരം നിങ്ങൾ ആ കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. നിങ്ങൾ വളരെ പോസിറ്റീവായിരിക്കും. അതിനുശേഷം നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോയി വന്നിട്ട് കുറച്ച് നേരം നിങ്ങളായിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ അവിടെ സമയമില്ല. കാരണം നിങ്ങൾക്ക് ജോലി ഒരുപാട് ചെയ്തു തീർക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. കുഞ്ഞില്ലാത്തതിനെ പറ്റി ആലോചിക്കാൻ നിങ്ങൾക്ക് നേരം ഉണ്ടാവില്ല. ജോലിക്ക് പോയി വന്നിട്ട് നമ്മളൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നത് നമുക്കിങ്ങനെ റിസൾട്ട് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്നൊക്കെ. അങ്ങനെയുള്ള സമയത്തൊക്കെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കി ഒന്ന് സംസാരിക്കുക. എന്നാണ് വാവേ നീ എൻ്റെ അടുത്തേക്ക് വരുന്നത്, എന്നാണ് നീ എൻ്റെ യൂട്രസ്, എൻ്റെ ഗർഭപാത്രത്തിലോട്ട് വന്ന് എൻ്റെ ജീവിതത്തിലോട്ട് നീ കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ആലോചിച്ച് ആ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് വരും. എനിക്ക് വേണം ആ ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സന്തോഷം പങ്കിടാൻ, ഒരു സ്നേഹം പങ്കിടാൻ ഒരു കുഞ്ഞിനെ വേണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ അതിയായിട്ട് വന്നുകൊണ്ടിരിക്കും. എനിക്കത് വേണം എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് വരുമ്പോഴേക്കും അതൊരു മാതൃത്വമാണ്. ഒരു വേണം എന്ന് പറയുന്നത് ഒന്നും നമ്മൾ തട്ടിപ്പറിക്കലല്ല. നമുക്കൊരു കുഞ്ഞിനെ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പോസിറ്റീവായിട്ടാണ് അവിടെ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തും നമ്മൾ ചെയ്യും. നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യും, നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് ഒന്ന് നമുക്ക് മാറ്റണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ഭക്ഷണങ്ങൾ, ഒരു ജങ്ക് ഫുഡ് നമുക്ക് കൂടുതലായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഫോട്ടോ ആഗ്രഹിക്കുമ്പോൾ, അത് കാണുമ്പോൾ അത് നമ്മളൊന്ന് പുറകോട്ട് വലിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോഴേക്കും ആ കുഞ്ഞിനെ എനിക്ക് കിട്ടാനായിട്ട് ഞാൻ ഇനിയും അകന്നു പോകുമോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് പിന്നെയും പുറകോട്ട് വലിക്കും. നമ്മുടെ ഏറ്റവും കൂടുതൽ
അതിയായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമ്മളെ നോക്കി അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആകും. നമ്മൾ ഓരോ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ തുടങ്ങും. എക്സസൈസുകൾ ചെയ്യും, വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യും, ഡയറ്റ് നമ്മൾ ചെയ്യും. കുഞ്ഞ് കിടന്ന് കരയാം കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യും, ഡയറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ കുഞ്ഞിലോട്ടുള്ള ദൂരം കുറഞ്ഞു വരും. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇത് കേൾക്കുമ്പോൾ പലരും ചിലപ്പോൾ എന്നെ കളിയാക്കാം, എന്ത് നുണയാണ് ഈ പറയുന്നത് വരെ ചിന്തിക്കാം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വൈകിയാണ്, അധികം വൈകിയൊന്നുമല്ല, പക്ഷേ കുറച്ചൊന്ന് വൈകിയാണ് ഞാനുണ്ടായത്. അപ്പോൾ ഞാനാണ് മൂത്ത കുട്ടി. ആ ഒരു സമയത്ത് ഞാൻ ഉണ്ടാകുന്നതിന് മുൻപായിട്ട് അച്ഛൻ്റെ റൂമിൽ, അതായത് അച്ഛൻ്റെ അമ്മയുടെയും ബെഡ്റൂമിൽ ഒരു കുഞ്ഞുവാവയുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു പെൺകുഞ്ഞിൻ്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിക്ക് എൻ്റെ മുഖമാണെന്ന്. എല്ലാവരും പറഞ്ഞത് ഞാൻ എങ്ങനെ കേട്ടു എന്ന് പറഞ്ഞ് നെഗറ്റീവ് പറയാനായിട്ട് വരുന്നവർ വരരുത് കേട്ടോ. ഇത് പറഞ്ഞത് അച്ഛനും അല്ല, ഇത് എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ അനിയനാണ് എന്നോട് പറഞ്ഞത്. കാരണം ആ സമയത്ത് ഞാൻ ജനിച്ച സമയത്ത് ഞാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പോൾ ക്യൂട്ടായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ക്യൂട്ട്നെസ് നമുക്ക് നഷ്ടമാകുന്ന, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഒരു സമയം, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ക്യൂട്ട്നെസ് പോകും, നമ്മുടെ ആ കളറ് പോകും. അപ്പോൾ ഇങ്ങനെ അങ്കിൾ ഇങ്ങനെ വന്ന് പറഞ്ഞു, അച്ഛൻ ഒട്ടിച്ച് വെച്ചിരുന്ന അതേപോലെയുള്ള ഒരു ഫോട്ടോയിലുള്ള കുഞ്ഞിനെ തന്നെയായിരുന്നു അച്ഛന് കിട്ടിയത്. ഇപ്പോൾ അവളുടെ കോലം കണ്ടില്ലേ, അങ്ങനെയുള്ള രീതിക്ക് പറയും. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ അച്ഛമ്മേനോട് ഞാൻ ചോദിച്ചു, ആണോ അച്ഛമ്മ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ? അപ്പോൾ അച്ഛമ്മ പറഞ്ഞു അച്ഛൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മേനോടും ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയും പറഞ്ഞു ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ, ആ ഒരു ഫേസ് ആയിരുന്നു നിനക്ക് ജനിച്ച ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ആ ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടൊരു കുഞ്ഞുണ്ടാകും എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഒട്ടിച്ചത്. നമുക്ക് കാണാനൊരു ക്യൂട്ട്നെസ് തോന്നുമ്പോഴേക്കും നമ്മളതങ്ങോട്ട് ഒട്ടിച്ച് വെക്കുക. പിന്നെ ആ ഒരു ഫോട്ടോ കാണുമ്പോഴേക്കും ഇപ്പോൾ ആരാണെങ്കിലും ആഗ്രഹിക്കും, അമ്മയാണെങ്കിലും ഒന്ന് ആഗ്രഹിക്കും, അങ്ങനെ ഒരു ക്യൂട്ട്നെസ് ഉള്ളൊരു കുഞ്ഞിനെ കാണുമ്പോൾ ഒന്ന് വേണം എന്ന് ആഗ്രഹിക്കും. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ മോക്ക് ദീച്ചുകുട്ടിക്ക് കളിക്കാനായിട്ട് ഒരു ഡോൾ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഞെക്കുമ്പോഴേക്കും കരയുന്ന ടൈപ്പിലൊരു പാവ. അപ്പോൾ ആ പാവേനെ ഇങ്ങനെ കാണുമ്പോഴേക്കും ഞാനിങ്ങനെ അതിനെ എടുത്തിങ്ങനെ കളിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു ആൺകുഞ്ഞായിരുന്നെങ്കിൽ, ഇങ്ങനെ പല്ലൊക്കെ കാട്ടി ചിരിക്കുന്ന, അതായത് അങ്ങനെയൊക്കെ അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആൺകുഞ്ഞായിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എൻ്റെ മോനെ കിച്ചുനെ കാണുമ്പോഴേക്കും ഞാൻ വിചാരിക്കും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണല്ലോ, അത്രയ്ക്ക് തന്നെ അവൻ ക്യൂട്ടാണ്, അങ്ങനെയൊക്കെ അവൻ ചിരിക്കുമ്പോഴേക്കും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് ആണ്, ഒരു തോട്ടാണ്, നമ്മളെ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആക്കുന്ന ഒരു കാര്യമാണ്. ഞാനിങ്ങനെ അച്ഛൻ മകൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ദൈവത്തെ ഓർത്ത് നിങ്ങൾ നെഗറ്റീവ് കമൻസ് ആയിട്ട് കേൾക്കുന്നവർ വരാം. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമൻറ്റും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടുമാണ്. നിങ്ങൾക്ക് പറ്റുന്നവർക്ക് വേണമെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.